ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച, ഇന്നത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ ഇന്നിടുന്നത്. ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ആയിരിക്കും നാളെ ഇടുന്നത് കേട്ടോ. അങ്ങനെ കുറേ ദിവസമായി പിന്നെ പത്തിരി ഉണ്ടാക്കാറില്ല. പരത്തണ പത്തിരി അത് വേഗം തീരും ചെയ്യും, ഉണ്ടാക്കാനും നല്ല പണിയാണ്. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ രാവിലെ ട്യൂഷനൊക്കെ പോകേണ്ടതല്ലേ നേരത്തെ 7:30 ആകുമ്പോൾ. അപ്പോൾ പത്തിരി ഒന്നും ഉണ്ടാക്കൽ നടക്കില്ല. അപ്പോൾ അങ്ങനെ പത്തിരി ഒഴിവാക്കാറുണ്ട്. ഇടിയപ്പം അല്ലെങ്കിൽ ചപ്പാത്തി, ദോശ, ഇഡ്ഡലി അങ്ങനെയൊക്കെയാണ്. ദോശയും വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ. ഇഡ്ഡലി അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഉണ്ടാക്കാറ്, ഉപ്പുമാവൊക്കെ. അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്നാൽ പത്തിരി ഉണ്ടാക്കാം. എന്നാൽ ഇത്തിരി നേരം വൈകിയാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഒരു 6 മണിയാകുമ്പോൾ എണീറ്റ് കൂട്ടാം, പത്തിരി ഉണ്ടാക്കേണ്ട കാരണം കൊണ്ട് തന്നെ. അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം നേരം വൈകിട്ടാണ് എഴുന്നേൽക്കാറ്. അങ്ങനെ പത്തിരിക്കുള്ള പൊടിയൊക്കെ എടുത്തിട്ട് കുഴച്ചു. ഞാൻ 2 ഗ്ലാസ് പൊടിയാണ് എടുക്കാറ്. അത് ഒന്നും കൂടി തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ച് വരുമ്പോൾ ഒന്നും കൂടി കൂടുട്ടാ പൊടി. അങ്ങനെ തിളച്ച വെള്ളം കെറ്റിലിൽ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 2 ഗ്ലാസ് പൊടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഈ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അതിന് ആവശ്യത്തിനുള്ള ഒരു പാകം ഉണ്ടല്ലോ, അത് അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആദ്യം ഒരു കയ്യിലുകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുക, അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇത്തിരി ചൂട് വേണം കേട്ടോ. എൻ്റെ കൈയൊക്കെ പൊള്ളുണ്ടായിരുന്നു അത് കുഴച്ച് വരുമ്പോൾ. എന്നാലും ഇത്തിരി ചൂട് നമുക്ക് പറ്റാവുന്ന, കൈ കൊണ്ട് തൊടാൻ പറ്റാവുന്ന അത്ര ചൂടാകുമ്പോൾ നല്ലോണം ഇടിച്ചിടിച്ച് കുഴച്ചെടുക്കണം കേട്ടോ. ആ കുഴക്കണേലാണ് നമ്മുടെ പത്തിരി അടിപൊളിയായിട്ട് വരികയുള്ളൂ, നല്ല പൊള്ളപ്പും സോഫ്റ്റും ഒക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. എന്നാൽ പത്തിരി ചപ്പാത്തി പരത്തണ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് എന്താ അറിയില്ല, ഇത് എന്താ പരത്തലെന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ തന്നെയാണ് പത്തിരി ആണെങ്കിലും പിന്നെ ചപ്പാത്തി ആണെങ്കിലും പരത്തിയെടുക്കാറ്. എനിക്ക് ഇങ്ങനെ അറിയുള്ളൂ കേട്ടോ. അങ്ങനെ പത്തിരിയൊക്കെ അവിടെ നിന്ന് പരത്തി എടുത്തു. പിള്ളേരൊന്നും എഴുന്നേറ്റ് വന്നിട്ടില്ല. അപ്പം ഞാൻ നമ്മുടെ വീടും പരിസരമൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ അടുത്തിട്ട വീഡിയോസിലൊന്നും എല്ലാം കുക്കിംഗ് തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു 1-2 പേര്. അപ്പോൾ എന്നാൽ നമ്മുടെ വീടും പരിസരമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം കാണിച്ചത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗവും പിന്നെ റോഡൊക്കെയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന 2 സൈഡിലുള്ള റോഡ്, പിന്നെ വീടിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. ആ ബാക്ക് വശമാണ് പിന്നെ വാഴയുടെയും കഴുങ്ങിൻ്റെ ഒക്കെ ഒരു തോട്ടം കാണുന്നത്. അങ്ങനെ നിന്ന് പത്തിരിയൊക്കെ പരത്തിലൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും ഏട്ടൻ പോയിട്ട് ബീഫ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫ് ഇതിലേക്ക് കുറച്ച് ഒരു എളുപ്പത്തിലുള്ളൊരു കറിയുണ്ട്, അത് ഉണ്ടാക്കാം. പിന്നെ ഇന്ന് തന്നെ ബീഫ് ബിരിയാണി അല്ല, ഒരു നെയ്ച്ചോറും പിന്നെ ബീഫ് ഇത്തിരി ഗ്രേവി ആക്കിയിട്ട് ഒരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചു അടുപ്പത്ത്. അത് നാളെയാണ് കാണിക്കുന്നത് കേട്ടോ, നെയ്ച്ചോറും ബീഫ് കറി വെച്ചതും. ഇന്ന് ഈ പത്തിരിയിലേക്ക് ഒരു ബീഫ് കറി എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്നതാണ്. ഞാൻ അങ്ങനെ തന്നെ ചിക്കനും ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ബീഫൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അത് 4-5 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് പിന്നെയും കാണിച്ചിട്ട് വീഡിയോ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇടുന്നതും മാത്രമേ കാണിച്ചിട്ടുള്ളൂ. കുറേ പ്രാവശ്യമൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടാന്ന് തോന്നുന്നു ഒരാൾ ചോദിച്ചിട്ടുണ്ട്, 2 അടുപ്പ് ആണ് ഭംഗി ചേച്ചി, അത് ഒന്നുകൂടെ ഉണ്ടാക്കുമെന്ന്. അത് കളിയാക്കിയിട്ടാണോ കാര്യത്തിലാണോ എന്നറിയില്ല. എന്തായാലും അടുപ്പ് ഉണ്ടാക്കാമെന്ന് ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഒരു അടുപ്പിൻ്റെ ആവശ്യമുള്ളൂ, എന്നാലും ഞാൻ അടുപ്പ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കളിയാക്കലല്ലോ അല്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ബീഫ് ഞാൻ എടുത്തുള്ളൂ. ബാക്കി ബീഫ് എടുത്ത് വെച്ചു. ഞാൻ പറഞ്ഞില്ലേ നെയ്ച്ചോറിലേക്ക് കറി ഉണ്ടാക്കാനായിട്ട്.
അങ്ങനെ അതിലേക്ക് തക്കാളിയും സവോളയും ഒക്കെ ചെറുങ്ങനെ അരിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ എന്തിട്ട് കൊടുത്ത് എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മസാലപ്പൊടി ഉപ്പും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ നിന്ന് ഇത്തിരി വെള്ളം ഇറങ്ങുമല്ലോ, അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു. എന്നിട്ട് കുക്കറിൽ അത് വേവിക്കാൻ വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ അടുപ്പത്താണ് ഞാൻ പത്തിരിയൊക്കെ ചുട്ടത് അടുപ്പത്താണ് കേട്ടോ. അങ്ങനെ ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചു. പിന്നെ ഇത് വെന്തുണ്ടെങ്കിൽ ചുവന്നുള്ളി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് അതിൽ കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുകയാണ് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. നൂൽപുട്ടിലേക്കും പിന്നെ ഇങ്ങനെ പത്തിരിയിലേക്കും ചോറിലേക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അധികം എണ്ണ വരുന്നില്ല, വഴറ്റണമൊന്നുമില്ലല്ലോ. നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണയിൽ ഒന്ന് ഉള്ളി മൂപ്പിച്ചെടുക്കണമല്ലേ ഉള്ളൂ ആകെ. അപ്പോൾ അത് നല്ലതാണ്, ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എളുപ്പത്തിന് വേഗം ചെയ്തതാണ് കേട്ടോ. 8:30 ആകുമ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലത്തെ. അങ്ങനെ പത്തിരിയൊക്കെ പരത്തി എടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുപ്പത്ത് തീ കത്തിച്ചു. ഈ അടുപ്പത്ത് കത്തിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. നല്ല കുഴി ഉണ്ട്. പിന്നെ ഇതേപോലെ ഉണ്ടാക്കും അടുപ്പ് വെച്ചപ്പോൾ തന്നെ നല്ല സുഖമുണ്ട് കത്തിക്കാൻ. പിന്നെ ചൂടൊന്നും അധികം വരുന്നില്ല കേട്ടോ, അധികം പുകയും ഇല്ല എന്നാണ് തോന്നണത്. അങ്ങനെ അടിപൊളിയാണ്. എനിക്ക് അടുപ്പ് നല്ല ഇഷ്ടമായി. ഇപ്പോൾ ഗ്യാസിന് ചിലവ് കുറവാണ് കേട്ടോ. ഫുള്ളും അടുപ്പത്ത് തന്നെയല്ലേ. നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയതുകൊണ്ട് അങ്ങനെ ഒരു മെച്ചമുണ്ട്. ഗ്യാസ് ചിലവില്ല ഇപ്പോൾ എന്ന് പറയാം. കുറച്ചാണ് ഗ്യാസ് ചിലവാകണുള്ളൂ. അങ്ങനെ നമ്മുടെ പത്തിരിയൊക്കെ ചൂടാനുള്ള ചുട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാതും നല്ലവണ്ണം പൊള്ളച്ച് വന്നു കേട്ടോ. എൻ്റെ പിന്നെ ദോശച്ചട്ടി ചെറുതാണ്, അതുകൊണ്ട് ഓരോന്നിട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളത്. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഞാൻ ഷേപ്പാക്കുകയൊന്നും ചെയ്തില്ല, അങ്ങനെ പരത്തി വന്നത് അതിൽ തന്നെയാണ് ചുട്ടെടുത്തത്. പിന്നെ വേറെ ഷേപ്പാക്കാനൊന്നും നിന്നില്ല. അങ്ങനെ എല്ലാതും നല്ല സോഫ്റ്റായിരുന്നു, കറക്റ്റായിരുന്നു കേട്ടോ. കഴിക്കാൻ എല്ലാവർക്കും നല്ലോണം കഴിക്കാനും ഉണ്ടായിരുന്നു. ഒരെണ്ണം പോലും ബാക്കിയായിട്ടില്ല. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് നല്ല പണിയാണ്. പണിയെന്ന് പറഞ്ഞാൽ പരത്താനോ ഇതൊന്നുമല്ല, എനിക്ക് ചുട്ടെടുക്കാനാണ് കുറേ സമയം എടുക്കണ പോലെ ഓരോന്നോരോന്നിരുന്ന് ചുട്ടെടുക്കലും ഒക്കെ. ഉണ്ടാക്കാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടം തന്നെയാണ്. പരത്തുക എന്നുള്ളത് എനിക്ക് നല്ല ഇഷ്ടമാണ്. ചപ്പാത്തി ആണെങ്കിലും പിന്നെ പത്തിരി ആണെങ്കിലും പരത്താൻ നല്ല ഇഷ്ടമാണ്. അങ്ങനെ പൊടിയാകുമ്പോൾ ഒരു തുണി കൊണ്ട് തുടച്ച് കളയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കട്ടിയുള്ള പിന്നെ ചട്ടികളിലാണ് പത്തിരി ചുട്ടാൽ നന്നാവുക എനിക്ക് തോന്നുന്നത്. മറ്റേ പാനിലൊക്കെ ചുടുമ്പോൾ പെട്ടെന്ന് കരിയും. പിന്നെ ഇതിനൊരു ചുവപ്പ്, പത്തിരിക്കൊക്കെ ഒരു ചുവപ്പ് നിറം വരും. എനിക്ക് വലിയ ഇഷ്ടമില്ല അതിൽ ചുടണത് പത്തിരി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട് പത്തിരിയും പിന്നെ ബീഫ് കറിയൊക്കെ കഴിച്ചിട്ട് ചായ ഉണ്ടാക്കിയിട്ടായിരുന്നു, പാലൊഴിച്ച് ചായ. അപ്പോൾ ചേട്ടൻ തിരക്കൂട്ടി തുടങ്ങി, ഇന്നൊക്കെയുള്ളതാണ് നാളേക്കുള്ളതാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ വേഗം പിന്നെ വീഡിയോ ഒക്കെ എടുക്കൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയി. അപ്പോൾ ചായ കുടിച്ചിട്ട് ഇത്തിരി നേരം തന്നെ അവിടെ ഇരുന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ബാക്കിൽ തെറിച്ച വെയിലായിട്ടുണ്ടാവുക, കുറേ തുണികൾ കഴുകാണ്ട്. അപ്പം ഞാൻ വേഗം ചായ കുടിച്ചിട്ട് വേഗം എഴുന്നേറ്റ് വന്നിട്ട് നമ്മുടെ അലക്കാനുള്ളതൊക്കെ തുണികൾ മെഷീനിലിട്ടു. പിന്നെ കുറേ ബെഡ്ഷീറ്റും തലയണ കവറൊക്കെ ഉണ്ട്, പനിയൊക്കെ പിടിച്ചിട്ട് കിടന്ന കാരണം കൊണ്ട് അതൊന്നും കഴുകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നെന്തായാലും എല്ലാതും കഴുകിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. മെഷീനിൽ ഒരു 4-5 പ്രാവശ്യമൊക്കെ തുണികൾ മാറ്റി മാറ്റി ഇട്ടു. എന്നിട്ട് പിന്നെ ഇവിടെ കൊടുന്നിട്ട് അലക്കലിൻ്റെ അവിടെ കൊടുന്നിട്ട് പിന്നെ ഊരി പിഴിഞ്ഞ് തോരയിടുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ട്രിപ്പ് കഴിയുമ്പോഴേക്കും ഞാൻ ആ വിറകൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി ഇട്ടു കേട്ടോ. അപ്പോൾ മഴ പെയ്യാത്ത കാരണം ഈ വിറക് ചിലതൊന്നും ഉണങ്ങിയിട്ടില്ല, ചിലത് ഉണങ്ങിയതുമാണ്. അപ്പോൾ പിന്നെ അങ്ങോട്ട് എടുത്തേക്കാനൊന്നും നിൽക്കാറില്ല ഞാൻ. ഇവിടെ നിന്ന് തന്നെ എടുത്തുകൊണ്ടായിട്ട് കത്തിക്കലാണ്. അത് കാരണം അവിടെ കിടന്നിട്ട് അത് ചിലതൊക്കെ ചെതൽ പിടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് റെഡിയാക്കി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എന്നും പറയുന്നത് തന്നെയാണ്, എന്നാലും പറഞ്ഞൊന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ആണ് നാളെ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്.